നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയാണെങ്കിലും നല്ലൊരു ഭർത്താവല്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് ആളുകൾ കമന്റ് അടിക്കുന്നു. ഈ കെ ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കെ തന്നെയാണ് കഴിഞ്ഞ UDF സർക്കാരിനെ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നത്. അന്ന് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നതും സ്ത്രീ വിഷയം തന്നെയാണ്. അതിന്റെ മറ്റൊരു ആവർത്തനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കെ ഗണേഷ് കുമാർ ഇപ്പോൾ സിനിമാ നടനോ സീരിയൽ നടനോ അല്ല, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മന്ത്രിയാണ്. ആ പദവിയോട് ഒരു അന്തസ്സ് കാണിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഒരു മന്ത്രിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് ഗണേഷ് കുമാറിന്റെ അടുത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മേനോന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. കാര്യം എല്ലാം പറഞ്ഞ് കോംപ്രമൈസായി തീർത്തെങ്കിലും ഈ വിഷയം എന്തായാലും ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ മന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉയർത്താനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഗണേഷ് കുമാർ പറയുന്നത് പോലെ കേവലം പ്രണയമായി മാത്രം ചിത്രീകരിച്ച് ഈ സംഭവത്തെ ചെറുതാക്കി കാണാൻ എന്തായാലും സാധിക്കുകയില്ല. ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിലും 112 വിളിച്ചുള്ള പരാതിയിലും ഉലയാതെ മന്ത്രി കെ ഗണേഷ് കുമാർ ഇപ്പോഴും തന്റെ ആ മന്ത്രി കസേരയിൽ സ്ഥാനം ഉറപ്പിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച ഗണേഷിന് തൽക്കാലം രാജിവെക്കേണ്ടതില്ലെന്ന ആശ്വാസകരമായ നിലപാടാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചത്. വാടകത്തെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ കേവലം കുടുംബ പ്രശ്നം മാത്രമാണെന്ന ഗണേഷ് കുമാറിന്റെ വാദം മുഖ്യമന്ത്രി അംഗീകരിച്ചതായാണ് സൂചന. ഇതോടെ മന്ത്രിസഭാ യോഗത്തിന് തൊട്ടു പിന്നാലെ ഉയർന്ന രാജി അഭ്യൂഹങ്ങൾക്ക് വിരാമമായി. ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സർക്കാരിന്റെ സ്ത്രീപക്ഷ അവകാശവാദങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്. വീട്ടിൽ കയ്യേറ്റമുണ്ടായെന്ന് ഭയന്ന് 112 വിളിച്ചപ്പോൾ എത്തിയ പോലീസ് മന്ത്രിയുടെ പദവി കണ്ട് നടപടിയെടുക്കാതെ ഒഴിഞ്ഞു മാറിയത് വലിയ വിവാദമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളെ പോലും വിവരം അറിയിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീതിപൂർവമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന ആക്ഷേപം ശക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകളിൽ കാട്ടുന്ന ശുഷ്കാന്തി സ്വന്തം മന്ത്രിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് സർക്കാരിനില്ല എന്ന ചോദ്യം പ്രതിപക്ഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന ആയുധമാക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതേസമയം ഗണേഷ് കുമാറിനെതിരെ കടുത്ത ഭാഷയിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. ഗണേഷിന്റെ പെരുമാറ്റം സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തുവെന്നും മന്ത്രിസഭയ്ക്ക് തന്നെ ഇതൊരു പുഴുക്കുത്താണെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. പെണ്ണിനോടും പൊന്നിനോടും അമിത താല്പര്യമുള്ളയാളാണ് ഗണേഷ്. മന്ത്രിസ്ഥാനത്ത് ഇരുന്ന് ഇത്രയും തറയാകാൻ മറ്റൊരാൾക്ക് കഴിയില്ല. കനകസിംഹാസനത്തിൽ ഇരിക്കുന്നത് ശുംഭനാണോ ശുനകനാണോ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ മാടമ്പിത്തം എന്നാണ് വെള്ളാപ്പള്ളി പരിഹസിച്ചത്. പരാതി പിൻവലിച്ചതുകൊണ്ട് മന്ത്രി ഗണേഷിന്റെ സ്വഭാവ ദൂഷ്യം ഇല്ലാതാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുന്നണിക്കുള്ളിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ഗണേഷ് തുടരുന്നതിൽ വിയോജിപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ സംരക്ഷണ കവചം ഗണേഷിന് തൽക്കാലം രക്ഷയാകുകയാണ്. പത്തനപുരത്ത് വരാനിരിക്കുന്ന മത്സരത്തിലും ഈ വിവാദങ്ങൾ ഗണേഷിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഗണേഷിനെ കൈവിടേണ്ടെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. വാടകത്തെ തറവാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്ത്രി കെ ഗണേഷ് കുമാർ യാത്ര തിരിച്ചത് പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച ശേഷമായിരുന്നു. ഇന്നലെ രാത്രി ഭാര്യ ബിന്ദു മേനോനെ ഫോണിൽ വിളിച്ച് മന്ത്രി ക്ഷമാപണം നടത്തി. ഗണേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനുനയ നീക്കം ഭാര്യ അംഗീകരിച്ചതായും പോലീസിൽ പരാതി നൽകേണ്ട എന്ന് തീരുമാനിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ മുഖ്യമന്ത്രിയെ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കാനും ഗണേഷ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പരാതി കിട്ടിയാൽ കേസ് എടുക്കേണ്ടി വരുമെന്ന് DGP മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു. മന്ത്രിക്കെതിരെ ഫോട്ടോയടക്കമുള്ള തെളിവുകൾ കൈവശമുണ്ടെന്ന് ഭാര്യ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. തനിക്ക് നേരെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നും കയ്യേറ്റമുണ്ടായതായി ബിന്ദു ആരോപിച്ചിരുന്നു. വിവാദമുണ്ടായപ്പോൾ തന്നെ കുടുംബ പ്രശ്നമാണെന്ന നിലപാടാണ് മന്ത്രി ഗണേഷ് കുമാർ സ്വീകരിച്ചത്. തുടർന്ന് മന്ത്രിപദം നഷ്ടമാകുമെന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഭാര്യയെ അനുനയിപ്പിച്ച് ഗണേഷ് കുമാർ ഒപ്പം നിർത്തിയത്. നേരത്തെ രാഷ്ട്രീയ കോളിളക്കമായി വളർന്നു വന്ന മന്ത്രി കെ ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർന്നത് ഗണേഷ് കുമാർ വിളിച്ച് ക്ഷമ ചോദിച്ചതോടെയാണ്. ഗണേഷ് കുമാർ ഫോണിൽ വിളിച്ച് ക്ഷമ ചോദിച്ചുവെന്നും താൻ എല്ലാം മാപ്പാക്കിയെന്നും ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മന്ത്രിയെ വാളകത്തെ വീട്ടിൽ മോശം സാഹചര്യത്തിൽ കണ്ടുവെന്നും അതിന്റെ ഫോട്ടോ കയ്യിലുണ്ടെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവർ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്.
എല്ലാം ഒത്തുതീർന്നതായി പിന്നീട് ഇന്ന് മാധ്യമങ്ങളോട് അറിയിക്കുകയായിരുന്നു. തെറ്റുപറ്റിപ്പോയി എന്ന് എൻ്റെ ഹസ്ബൻഡ് തുറന്നു പറഞ്ഞു. അദ്ദേഹം ക്ഷമാപണം നടത്തി. ഇന്നലെ രാത്രി തന്നെ എന്നെ ഫോൺ വിളിച്ചിരുന്നു. ഞാൻ ഫോൺ എടുക്കാത്തതിനാൽ എൻ്റെ സിസ്റ്ററെ വിളിച്ച് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. ഇന്ന് എന്നെ ഫോണിൽ വിളിച്ച് ക്ഷമാപണം നടത്തി. എൻ്റെ ഹസ്ബൻഡിൽ നിന്നും ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 5000 പ്രണയമുണ്ടെന്നും 112 വിളിക്കുന്നവർക്ക് വട്ടാണെന്നും മന്ത്രി പറഞ്ഞപ്പോൾ എൻ്റെ വൈകാരിക വിക്ഷോഭത്തിൽ ഞാൻ പരസ്യമായി പ്രതികരിച്ചു പോയതാണ്. എന്നാൽ ഇപ്പോൾ എല്ലാം പിൻവലിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ ഇതൊരു രാഷ്ട്രീയ കോളിളക്കമാകേണ്ട വിഷയം ഒറ്റ രാത്രി കൊണ്ട് ഒത്തുതീർപ്പാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വലതുപക്ഷത്തെ സംബന്ധിച്ചും വീണ് കിട്ടിയിരിക്കുന്ന ഒരു ആയുധമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ഇത് വലിയ രീതിയിൽ ഒരു ആയുധമാക്കി അവർ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും മന്ത്രി കസേര അവിടെ സുരക്ഷിതമാണ്. മന്ത്രി ഇത്തവണത്തേക്ക് രക്ഷപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അഭയം നൽകി. പക്ഷേ കാര്യങ്ങളെല്ലാം തന്നെ ഇനി അങ്ങോട്ടും വളരെ സുഖമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്.